ഹായ് സുഹൃത്തുക്കളെ, യാത്രാ വ്ളോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് ഹൈക്കോടതി ജംഗ്ഷനിലാണ്. ഇന്നത്തെ യാത്ര കൊച്ചി വാട്ടർ മെട്രോയിലൂടെയാണ്. ഇവിടുന്ന് ഈ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് 250 മീറ്ററേ ഉള്ളൂ. ഷൺമുഖൻ റോഡ്, ബാനർജി റോഡ്, രണ്ട് റോഡല്ല 4 റോഡുകളും കൂടി കൂടുന്ന ജംഗ്ഷനാണ്. അങ്ങനെ വാട്ടർ മെട്രോയിലേക്ക് നടന്നു പോവുക. ഓട്ടോയിൽ വന്നിറങ്ങി അവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ ജ്യൂസ് കടകളും ചായക്കടകളാണുള്ളത്. പിന്നെ ഉപ്പിലിട്ടതുണ്ട്, നാരങ്ങ, ക്യാരറ്റ്, നെല്ലിക്ക, മാങ്ങ എന്ന് വേണ്ട സകല സാധനങ്ങളും. അങ്ങനെ കൊച്ചി വാട്ടർ മെട്രോ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തെത്തി. നമുക്ക് ഇതിലൂടെയാണ് യാത്ര ചെയ്യാനുള്ളത്. ആ കാണുന്നതാണ് കണ്ടെയ്നർ ടെർമിനൽ അടുത്തുള്ള ഇതിൻ്റെ പേര്, ഈ ടിക്കറ്റ് എടുക്കുന്ന കൊച്ചി വാട്ടർ മെട്രോൻ്റെ ടിക്കറ്റ് എടുക്കുന്ന ഇതിൻ്റെ പേര് ഹൈക്കോടതി ജംഗ്ഷൻ എന്നാണ്. ഹൈക്കോടതി എന്നാണ് പേര്. അങ്ങനെ നേരെ വന്ന് ഇവിടെ ആൾക്കാരൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. വലിയ ബിൽഡിങ് തന്നെയാണ്. ഹൈക്കോടതി എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടല്ലേ, ബോർഡ് കണ്ടല്ലേ. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറിയ ഇവിടെ ഒന്നും ആരെയും കാണാനില്ല. കാലത്ത് 8 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഈ ഇരുവശങ്ങളിലേക്കുള്ള സർവീസുകൾ. മെറ്റലിറ്റേറ്ററിനുള്ളിൽ കൂടിയാണ് കിടക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ ചെന്ന് ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ്. അവിടെ നിന്ന് ഒരു കാർഡാണ് തരിക. ആ കാർഡും വാങ്ങി നേരെ മുൻപോട്ട് പോയി. അന്നപ്പോൾ ഈ കൊച്ചി വാട്ടർ മെട്രോ പുറപ്പെടാൻ സമയമായി. ഇതിലാണ് എനിക്ക് പോകാനുള്ളത്. അങ്ങനെ അകത്തേക്ക് കയറി. അടിപൊളി സംഭവങ്ങളാട്ടോ. AC-യാ, എന്താ നീറ്റ്നെസ്. എനിക്ക് കുറച്ച് സീറ്റേ ബാക്കിയുള്ളൂ. അത് 2-3 സീറ്റേ ബാക്കിയുള്ളൂ. കേരളത്തിലെ ഗ്രേറ്റർ കൊച്ചി മേഖലയെ സേവിക്കുന്ന ഒരു നൂതന ഫെറി ഗതാഗത ശൃംഖലയായി കൊച്ചി വാട്ടർ മെട്രോ നിലകൊള്ളുന്നു. ചരിത്രപരമായ നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്നു. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ വാട്ടർ മെട്രോ സംവിധാനം മാത്രമല്ല, ഏഷ്യയിലെ തന്നെ ഇത്രയും വലിയ സംയോജിത ജലഗതാഗത സംരംഭവുമാണ് കൊച്ചി വാട്ടർ മെട്രോ. അങ്ങനെ പുറപ്പെട്ട് കണ്ട വലത്ത് സൈഡിലെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ്. ഇവിടെയാണ് നമ്മളെ കപ്പൽ വന്നിട്ട് കണ്ടെയ്നർ ഇറക്കുന്ന സ്ഥലം. ഇതാണ് കണ്ടെയ്നർ ഇറക്കുന്നത്. MSC എന്ന് പറഞ്ഞ കപ്പലിലാണ് കണ്ടെയ്നർ വന്നത്.
അതിൻ്റെ അരികിൽ കൂടിയാണ് പോകുന്നത്. ഇത് മനോഹരമായ കാഴ്ചയാണ്. വേറെ ബോട്ടുകളൊന്നും കാണുന്നില്ല. മ്യൂസിക് ബോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ, പ്രൈവറ്റിൻ്റെ മ്യൂസിക് ബോട്ടുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട് ഈ കായലിൻ്റെ അകത്തൂടെ. അങ്ങനെ ഏകദേശം നമ്മളെ ബോട്ടും ഈ കപ്പലായിട്ടൊരു 20-25 മീറ്റർ വ്യത്യാസത്തിലാണ് പോകുന്നത്. കണ്ടല്ലേ കണ്ടെയ്നർ അടുക്കി വെച്ചത്, ഇറക്കുക മൊത്തം. ഇപ്പം മഴയൊന്നുമില്ല. ഇപ്പം സമയം ഏകദേശം 9 മണിയാണ്. കണ്ടല്ലേ ചീന വലകളാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ കൊട്ടാരം പോലത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ അതൊക്കെ ഓരോരോ ഐലൻഡുകളാണ്. ഇരുപത് മിനിറ്റാണ് എടുക്കുന്നത് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ഫോർട്ട് കൊച്ചിക്ക്. അത് ഇന്ത്യൻ ഓയിൽ, ഡീസലും പെട്രോളും വന്നിട്ട് കപ്പൽ വഴി വന്നിട്ട് അതിവിടെയാണല്ലോ സ്റ്റോർ ചെയ്യുന്നത്. ഏതോ ഒരു കപ്പലും കൂടി ഉണ്ട് അവിടെ. ഇത് തന്നെ ഇത് സമയം ഇന്ധനമായിട്ട് വന്ന കപ്പലായിരിക്കും, കറക്റ്റായിട്ട് അറിയൂല. ഞാൻ ഇന്ധനമായിട്ട് വന്നതാന്ന് പറഞ്ഞു. കണ്ട ഇന്ത്യൻ ഓയിൽ. ഇവിടുന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്റ്റോക്ക് ചെയ്തതിന് ശേഷം ഇത് ടാങ്കറിലേക്ക് ആക്കുന്നത്. ഇവിടുന്ന് എവിടെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത്, അതിന് ശേഷമാണ് ഇത് പൈപ്പ് വഴി ടാങ്കറിലേക്ക് കൊണ്ടുപോകും. അത് വേറെ സ്ഥലത്താണ്, കപ്പലിൽ വന്നിട്ട് ഇവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി. ഇതുപോലത്തെ 10-15 ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. ചീനവലകൾ. രസകരമായ കാഴ്ചയാണ്. കണ്ട ഒരു ബോട്ട് പോകുന്നുണ്ടല്ലേ, ചെറുബോട്ടുകൾ ഇഷ്ടംമാതിരി പോകുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ട കപ്പലാണ്. നമ്മൾ ചീനവലേൻ്റെ അടുത്തെത്തി. അതിൻ്റെ അടുത്തേക്ക് ബോട്ട് പോകുന്നില്ല. ഫോർട്ട് കൊച്ചി എത്തി. ഈ ചീനവല അടുത്ത് തന്നെ.
അങ്ങനെ നമ്മളെല്ലാവരും ഇറങ്ങുക. ഇതിൻ്റെ അകത്ത് 50 പേര് പോകുന്നതുണ്ട്, 100 പേര് പോകുന്ന ബോട്ടുകളുണ്ട്. നല്ല യാത്രയായിരുന്നു. ഇതൊക്കെ ഇതിലെ ജീവനക്കാരാ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോവുക. നമ്മൾക്ക് അവിടുന്ന് ടിക്കറ്റ് എന്ന് പറയുന്ന സാധനം ഒരു കാർഡാണ്. ആ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ അവിടെ തുറക്കുന്നത്. ആ കാർഡ് തിരിച്ച് ഇവിടെ ഇവിടെ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഡോർ തുറന്ന് കിട്ടും. അതാ കാർഡിൻ്റെ പ്രത്യേകത. ഞാൻ കണ്ടോ, ക്യൂവിൽ നിന്നിട്ട് അവിടെ പ്രസ് ചെയ്യണം നമ്മൾ. അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. കൊച്ചി ഹൈക്കോടതി ജംഗ്ഷൻ്റെ അടുത്തുനിന്ന് റോഡ് മാർഗം ഫോർട്ട് കൊച്ചിക്ക് വരികയും ചെയ്യാം. അത് തോന്നുന്ന സമയമെടുക്കും. ഈ കൊച്ചി മെട്രോയിൽ വരുന്നത് തന്നെയാണ് ഏറ്റവും എളുപ്പം. നല്ല വൃത്തിയായ സ്ഥലമാണ്. ടൂറിസ്റ്റുകൾ നല്ലോണം ഉണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഈ ചീനവലേൻ്റെ സൈഡിൽ കൂടെ ഫുട്പാത്ത്, ആ ഫുട്പാത്ത് കൂടെ ഒന്ന് പോയി നോക്കുമ്പോൾ ഇപ്പം മീൻ പിടിക്കുന്നുണ്ട്. തോനെ ആൾക്കാർ മീനൊക്കെ വാങ്ങി പോകുന്നുണ്ട്. അതിന് ഞാനൊന്ന് പോയി നോക്കി അതിൻ്റെ അകത്തെന്താ സ്ഥിതി എന്നറിയാം. ഇത് ഇവിടുത്തെ ജോലിക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം. കൊച്ചുവല എന്നാണ് എൻ്റെ പേര്. അത് കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് പോയി. അവിടെ പെർമിഷൻ ചോദിച്ച് അവർ പറഞ്ഞു വീഡിയോ എടുക്കാം. ഇപ്പം സമയം ഏകദേശം 9:30 മണിയായിട്ടേ ഉള്ളൂ. ഫ്രഷ് മീൻ വാങ്ങി കൊണ്ടുപോവാം. വേണ്ട. പിന്നെ വേറെ എന്തുണ്ട്, ഈ കടലും പുഴയും കൂടി ജോയിൻ്റ് ആവുന്ന സ്ഥലം ഇവിടെ. അപ്പോൾ കടലിലുള്ള മത്സ്യങ്ങളും കിട്ടും, പുഴയിലുള്ള മത്സ്യങ്ങളും കിട്ടും. കണ്ടോ, എന്തോന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം.
6 മണിക്ക് ഇവിടെ മീൻ കൊടുക്കാൻ പുറപ്പെടും. ഭയങ്കര റിസ്ക്കിലാട്ടോ ഇത് ഇങ്ങനെ എടുക്കുന്നത്. ഇതുകൊണ്ട് മീൻ കിട്ടി. കണ്ടപ്പം തന്നെ ആൾ വന്ന് വാങ്ങും. പിന്നെ അവിടെ മാർക്കറ്റ് ചെയ്യാൻ ചെറിയൊരു സ്ഥലമുണ്ട് ഇവർ പറഞ്ഞ്. അങ്ങനെ അത് കണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടു. നല്ല ഫ്രഷ് മീനുകളാണ്. കണ്ട ഇതുപോലത്തെ ഒരു 5-10 ഷെഡുകൾ തന്നെ ഉണ്ട് ഈ ഫുട്പാത്തിൻ്റെ സൈഡിൽ. ആ വലയിലും മീൻ കിട്ടിയിട്ടുണ്ട്. മുൻപോട്ട് നടന്നപ്പോൾ കണ്ട കാഴ്ച. കുറച്ച് ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട്. ഇവിടെയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ഇഷ്ടംമാതിരി മീനുകളുണ്ട്. കണ്ട ഇതൊക്കെ ഇന്ന് കാലത്ത് കിട്ടിയ മീനുകളാണ്. ഇത്ര സമയം കൊണ്ട്. കക്കിറച്ചി വരെയാണ്. ഇത് ഇവിടുന്ന് വാങ്ങിയിട്ട് വലിയ മീനുകൾ വാങ്ങി അവിടുന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കും. ദൂര സ്ഥലങ്ങളിലേക്ക് വേണേൽ നല്ലോണം പാക്ക് ചെയ്ത് തരും, കട്ട് ചെയ്ത് ഫ്രഷ് ചെയ്തിട്ട്. കണ്ടോ ചെമ്മീൻ പല ടൈപ്പിൽ. അങ്ങനെ മുൻപോട്ട് വീണ്ടും നടന്നു. നല്ല സുഖം ഇതിൻ്റെ അരികിൽ കൂടെ നടക്കാൻ. നല്ല തണുപ്പുണ്ട്. കണ്ടോ ഒരു ആലിൻ്റെ എത്രയോ വർഷം പഴക്കം ഉണ്ടാവും ഈ ആലിന്. സ്റ്റൈലൻ ആല്. മീൻ തന്നെ ഇഷ്ടംമാതിരി കച്ചവടങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അതല്ലാണ്ട് കണ്ട ലെഫ്റ്റ് സൈഡിൽ ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. കണ്ടോ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട്. മാങ്ങ എല്ലാവിധ സാധനങ്ങളും കണ്ടോ ഉപ്പിലിട്ടത്. പൈനാപ്പിൾ ഉണ്ട്. കണ്ട ആ കാണുന്ന കടലും കരയും കൂടി, കടലും പുഴയും കൂടി ജോയിൻ്റ് ആണ്. പ്രത്യേകതൊരു സ്റ്റൈലസ് സ്ഥലം തന്നെയാണ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ കപ്പലുകൾ ബോട്ടുകളൊക്കെ പോകുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. അതൊക്കെ കണ്ട് കഴിഞ്ഞ് വന്ന് പിന്നെ കൊളോണിയൻ സംസ്കാരങ്ങളുടെ ഗിരിമ വിളിച്ചോതുന്ന അനവധി നിർമ്മിതികൾ കാലാന്തരങ്ങൾക്കപ്പുറം ഫോർട്ട് കൊച്ചിയിലെ വഴിയോരങ്ങളിൽ നമുക്ക് കാണാം. കൊട്ടാരം, പള്ളികൾ, ബംഗ്ലാവുകൾ, പരേഡ് ഗ്രൗണ്ടുകൾ, സെമിത്തേരികൾ, വഴിവിളക്കുകൾ എന്നിവയൊക്കെ പഴയ കൊളോണിയൽ സംസ്കാരങ്ങളുടെ സമ്പന്നതയുടെയും വൈവിധ്യങ്ങളുടെയും
ജീവിക്കുന്ന തെളിവുകളായി നിലനിൽക്കുന്നു. എന്നാൽ ഫോർട്ട് കൊച്ചിക്ക് വേണ്ടിയുള്ള യൂറോപ്യൻ ശക്തികളുടെ യുദ്ധങ്ങളിലും അനന്തരഫലമായി തകർന്നു വീണ എത്രയോ നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ മണ്ണിനടിയിൽ ഉറങ്ങുന്നുണ്ടാകും. കണ്ടില്ലേ, കംപ്ലീറ്റ് സ്റ്റൈലൻ കൊട്ടാര സാദൃശ്യമുള്ള സാധനങ്ങളാണ് കാണുന്നത് എല്ലാം ഇവിടെ ഇറങ്ങിയപ്പോൾ. പക്ഷെ അതിൽ ഒരു 75% ഹോട്ടലുകളാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ളത്. പിന്നെ ബംഗ്ലാവുകളും എത്ര വർഷം പഴക്കമുള്ളത്, അതൊന്ന് ഡിസൈൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ആണല്ലേ, കണ്ടല്ലേ. ഇവിടെ ഹോം സ്റ്റേ ഇഷ്ടംമാതിരി ഉണ്ട്. അല്ല, ഇങ്ങനത്തെ ഹോം സ്റ്റേകളാണ് ഇതേമാതിരിയുള്ള. ഒരു ദിവസത്തേക്ക് 1200 ആണ് റേറ്റ്, ഡബിൾ റൂം. പിന്നെ ഹോട്ടലുകൾ, കേരള കഫേ, കേരള മീൽസാ. ഇവിടെ എല്ലാം ഫിഷുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫിഷിനാണ് ഏറ്റവും തോന്നെ പ്രാധാന്യമുള്ളത്. ഒരു ശാന്തമായ സ്ഥലമാണ് ഇത്, ഇത്ര തിരക്കൊന്നുമില്ല. ഇപ്പോൾ ഒരു 11 മണിയായി ഉണ്ടാവും. ഇവിടെയുള്ള ഒരുവിധം വീടുകളും ബംഗ്ലാവുകളും ഒക്കെ കൊളോണിയൽ സംസ്കാരങ്ങളിൽ നിർമ്മിച്ചതാണ്. പിന്നെ വൈകുന്നേരമാണ് ഫുള്ള് ഹോട്ടലുകൾ ഓപ്പൺ ആകുന്നത്. വൈകുന്നേരം ഒരു 3 മണി തൊട്ട് രാത്രി ഒരു 11 മണി വരെ. ടവർ റെസ്റ്റോറൻറ്റ്, എല്ലാ റെസ്റ്റോറൻറ്റുകൾ തന്നെ. മനസ്സിന് നല്ല സുഖമുള്ള കാഴ്ചകളാകും. പിന്നെ ഈ സൈക്കിളുകളും ബൈക്കുകളൊക്കെ വാടകയ്ക്ക് കിട്ടും. ഇപ്പോൾ സൈക്കിളുള്ളത് കണ്ടോ, ഇവിടുത്തെ കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഒരേ ബന്ധപ്പെട്ട സൈക്കിൾ കിട്ടും. ബൈക്കും ഉണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഓൾഡ് ഹാർബർ ഹോട്ടൽ. ഫിഷ് ബിരിയാണികൾ, ഫിഷ് ഐറ്റംസ് തന്നെ. ഇതേതോ കൊട്ടാരോ അങ്ങനത്തെ എന്തോ സംഭവങ്ങളാണ്, ഒന്ന് ഡിസൈൻ ചെയ്തേ ഉള്ളൂ.
കണ്ടല്ലേ, ഇതൊക്കെ പഴയ കൊട്ടാരങ്ങളാകാനാ ഒക്കെ ഡിസൈൻ ചെയ്തിട്ട്. പള്ളികളുണ്ട്, കൊട്ടാരങ്ങൾ, പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ മൊത്തം. ഇതൊരു ജ്വല്ലറിയാണ്. എല്ലാം നല്ല ഡിസൈനില്ല. ഇവിടെ ഒരു ബേക്കറി ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഞാൻ അവിടെ നിന്നൊരു കാപ്പി കഴിച്ച്. അത് കഴിഞ്ഞ് ഇതെല്ലാം കണ്ട് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്ത് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ, ഭക്ഷണമൊക്കെ കഴിച്ച് ഫിഷ് ബിരിയാണിയൊക്കെ കഴിച്ച് ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തപ്പം ജങ്കാറിൽ വാഹനങ്ങൾ വരുന്നുണ്ട്. ഈ കൊടുങ്ങല്ലൂർ, ഫോർട്ട് കൊച്ചി എന്നൊക്കെയാണ് ജങ്കാറുള്ളത്. ഇഷ്ടംമാതിരി വാഹനങ്ങളും ഉണ്ട്, യാത്രക്കാരും. ഈ ജങ്കാറിൻ്റെ പേര് സേതു സാഗർ എന്നാ. അപ്പം ബൈക്കുകളുണ്ട്, കാറുകളുണ്ട്, ചെറിയ മിനി ലോറികളുണ്ട്, പിക്കപ്പ് വാനുകളുണ്ട്, പിന്നെ ആളുകൾ ഇഷ്ടമായി. ഒരു പോലീസ് ജീപ്പുണ്ട്. കണ്ടോ, ഇറങ്ങുന്നതിനനുസരിച്ച് അത്രയ്ക്കത്ര ആൾക്കാർ കയറുന്നതിനുണ്ട്. ഏറി വന്നാലും ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ വാഹനം ആൾ ഇറങ്ങുന്ന ടൈം മാത്രമേ ഉള്ളൂ. എത്ര ആളുകളാണ് വരുന്നത് ജങ്കാറിനകത്ത്. കണ്ട ആളുകൾ അങ്ങനെ ഒരു സൈഡിൽ കൂടെ ആളുകൾ കയറുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മനോഹരമായ കാഴ്ചകളാണ്. അതൊന്നും നമ്മൾ വേറെ ആയിട്ടും കാണൂല.
ബൈക്കുകൾ ഇതാകുമ്പോൾ ട്രാൻസ്പോർട്ടിങ് കുറവാണല്ലോ, പൈസ കുറവാണല്ലോ. അവിടെ പോയിട്ട് ക്യൂല് നിർത്തണം വാഹനങ്ങളൊക്കെ ക്യൂല് നിന്നാൽ മാത്രമേ കണ്ടോ. ജങ്കാർ പുറപ്പെട്ടോ കണ്ട, കയറി വന്ന് ഇറക്കി അതേപടി കയറ്റി പോവുക അടുത്ത സ്ഥലത്തേക്ക്. അത് കഴിഞ്ഞ് ഞാൻ സൈഡിലൊരു വലിയ സിൽക്ക് എംപോറിയം, ലെഫ്റ്റ് സൈഡിൽ ഒരു 3 നിലയിൽ സിൽക്ക് സാരീസ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ക്യൂ ആണ് ജങ്കാറിലേക്കുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.